വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് BNP ബംഗ്ലാദേശിൽ അധികാരത്തിലേറുന്ന കാഴ്ച. ഇവിടെ പ്രധാനമന്ത്രിയായി താരിഖ് റഹ്മാൻ, ഖാലിദ് സിയയുടെ മകൻ, അദ്ദേഹം 17 വർഷത്തെ അദ്ദേഹത്തിന്റെ UK വനവാസത്തിന് ശേഷം തിരിച്ചെത്തുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ, അമേരിക്കൻ അംബാസഡർ അടക്കമുള്ളവർ ബംഗ്ലാദേശിലെ ഈ ഒരു ജനാധിപത്യത്തിന്റെ വിജയത്തിന് വലിയ രീതിയിൽ ആശംസ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ത്യയുടെ ഒരു ടേക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാകിസ്ഥാന്റെ ഒരു പദ്ധതി ബംഗ്ലാദേശിൽ പരാജയപ്പെട്ടു. കാരണം ഐസിസിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ IS പോലെയുള്ള നമ്മുടെ പാകിസ്ഥാന്റെ ചാരസംഘടനയായിട്ടുള്ള ISIയുടെ അവർ പാലൂട്ടി വളർത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ആ ഒരു വലിയ നീക്കം ബംഗ്ലാദേശ് ജനങ്ങൾ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തു. ജമാഅത്തെ ഇസ്ലാമിക്ക് അവിടെ 65 സീറ്റുകൾ കൂടുതൽ നേടാനായിട്ട് സാധിച്ചില്ല. അപ്പോഴും ഇന്ത്യയെ ഇതെങ്ങനെ ബാധിക്കുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. ബംഗ്ലാദേശിന്റെ ഈ BNPയുടെ വിജയം ഇന്ത്യയെ വളരെ വലിയ രീതിയിൽ ഇത് ബാധിക്കും. കാരണം ഇപ്പോൾ ബംഗ്ലാദേശിൽ വിജയം ഉറപ്പായി കഴിഞ്ഞപ്പോൾ താരിഖ് റഹ്മാൻ ആദ്യം ചോദിച്ചത് ഷെയ്ഖ് ഹസീനയെ ഇങ്ങോട്ടേക്ക് തിരികെ കൊടുത്തുവിടണം എന്നുള്ളതാണ്. പക്ഷെ അവിടെയും ഒരു ചോദ്യമുണ്ട്. ഷെയ്ഖ് ഹസീനയെ നമ്മൾ എന്ത് വിശ്വസിച്ച് തിരിച്ച് താരിഖ് റഹ്മാന് കൊടുത്തുവിടുമെന്നുള്ളതാണ്. ഇന്ത്യ പറയുന്നത് ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഷെയ്ഖ് ഹസീന തനിയെ തിരിച്ച് അവിടെ വരുമെന്നുള്ളതാണ്. ഇപ്പോൾ ജനാധിപത്യപരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞു, അവിടെ BNP ഭരണത്തിലേറി കഴിഞ്ഞു. അപ്പോൾ ഷെയ്ഖ് ഹസീനെ അങ്ങോട്ടേക്ക് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാലും ഈ താരിഖ് റഹ്മാൻ എന്ന് പറയുന്നത് 84 ക്രിമിനൽ കേസുകളുടെ പ്രതിയാണ്. ഷെയ്ഖ് ഹസീനെ അടക്കമുള്ളവരെ 2004 ഗ്രനേഡ് എറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ്. അതിന് അദ്ദേഹത്തിന് ജീവപര്യന്തം ശിക്ഷയും ലഭിച്ചതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെകുത്താന്റെ കൈകളിലേക്ക് ഷെയ്ഖ് ഹസീനെ ഏൽപ്പിക്കണോ എന്നുള്ളൊരു ചോദ്യം അവിടെ വലിയൊരു ചോദ്യമായി തന്നെ നിലനിൽക്കുകയാണ്. പിന്നെ ഇന്ത്യയെ ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യമെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിന്റെ ഈ ഇലക്ഷൻ റിസൾട്ടിന്റെ ഒരു മാപ്പ് പുറത്തു വന്നു. ആ മാപ്പ് ബംഗ്ലാദേശ് ഇലക്ഷൻസ് 2026 എന്ന് പറഞ്ഞത് ഇതാണ് ആ മാപ്പ്. ഈ മാപ്പ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇതിൽ ഒരു വെള്ള കളറിൽ കിടക്കുന്നതെല്ലാം ഇന്ത്യ ബോർഡറുകളാണ്, ഇന്ത്യയുടെ ബോർഡറുകൾ. ഏകദേശം പശ്ചിമ ബംഗാളിൽ റെഡ് കളറിൽ കിടക്കുന്നതെല്ലാം BNP വിജയിച്ച സ്ഥലങ്ങളാണ്. ഈ വെള്ള കളറിൽ കിടക്കുന്നത് ഇന്ത്യയുടെ ബോർഡറാണ്. ഇന്ത്യയുടെ ബോർഡർ എന്ന് പറയുമ്പോൾ ഏകദേശം വെസ്റ്റ് ബംഗാളിന്റെ സമ്പൂർണ്ണമായിട്ടുള്ള ബോർഡറാണ്. ആ വെള്ള കളറിൽ കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് വളരെയധികം സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. അവിടെ അവർ വിജയിച്ച സ്ഥലങ്ങളാണ്. അപ്പോ ഇന്ത്യയുടെ അതിർത്തികൾ എത്രത്തോളം ഇവർ കൈയടക്കിയിരിക്കുന്നു, കൂടുകൂട്ടിയിരിക്കുന്നു എന്നുള്ളതിന്റെ സമ്പൂർണ്ണമായിട്ടുള്ള ഉദാഹരണമാണ്. അത് ഇന്ത്യയെ ചെറിയ തരത്തിലൊന്നും അല്ല ഈ ഇന്ത്യയെ അത് അസ്വസ്ഥതപ്പെടുത്തുന്നത്. അപ്പോൾ അതിനും ഒരു പരിഹാരം വേണം. അപ്പോൾ ഇത് ഇന്ത്യക്ക് ഒരു താക്കീത് കൂടെയാണെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ഈ ഇലക്ഷനിൽ അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെട്ടോ താരിഖ് റഹ്മാൻ വന്നു കഴിയുമ്പോൾ ഇന്ത്യ അത് ഏത് തരത്തിൽ ബാധിക്കും എന്നുള്ളതിന്റെ ചർച്ചകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ്? അതായത് പ്രധാനമായും ഇന്ത്യ ഏത് തരത്തിലായിരിക്കും ഇനി ബംഗ്ലാദേശുമായിട്ട് ഇടപെടാൻ പോകുന്നത്, പിന്നെ പ്രധാനമായിട്ടും ഈ ബോർഡർ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തായിരിക്കും ഇന്ത്യ ചെയ്യാൻ പോകുന്നത്? ഇത് ഈ ജമാഅത്ത് ഇസ്ലാമി പരാജയപ്പെട്ടു എന്ന് പറയുന്നത് തെറ്റായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അന്ന് സഖ്യമായിരുന്നു, ഈ BNP ആയിട്ട് ഇവർ സഖ്യത്തിൽ ആയിരുന്ന സമയത്ത് അവർ നേടിയതിന്റെ 2 ഇരട്ടി സീറ്റ് നേടി. അപ്പൊ നമുക്കതിന് ടെക്നിക്കലി നമുക്കതിന് പരാജയം എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ധനുഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ ജനങ്ങൾ ഇവരെ ഭരണത്തിൽ എത്തിയില്ല എങ്കിൽ പോലും ഇവർക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിലെല്ലാം ബാലറ്റ് പേപ്പറിലാണ് വോട്ട് നടന്നത്. കഴിഞ്ഞ ദിവസം വ്യാപകമായിട്ട് ഇവർ ശക്തിയുള്ള സ്ഥലങ്ങളിലെല്ലാം വോട്ട് പോലും ആൾക്കാരെ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഓടിക്കുകയും അവിടെ ബാലറ്റ് പേപ്പറിൽ ഇവർ കയറി മാസമായിട്ട് വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ ഇവരവിടെ ജനാധിപത്യത്തെ അട്ടിമറിച്ച് ഈ ജയിച്ച സ്ഥലങ്ങളിലെല്ലാം പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. അത് ഒരു ശരിയായ കാര്യമാണ്. അത് മാത്രമല്ല, ഈ അതിർത്തി പ്രദേശത്ത് എങ്ങനെയാണ് ഇവർ ജയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറെ നാൾ മുമ്പ് നമ്മൾ ഡിസ്കഷൻ നടത്തിയ അന്നത്തെ നമ്മൾ ഈ അനാലിസിന്റെ ഇതിൽ പ്രോഗ്രാമില് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ജമാഅത്ത് ഇസ്ലാമി വ്യാപകമായിട്ട് തന്നെ ഇന്ത്യൻ ബോർഡർ ക്രോസ് ചെയ്ത് പോകുന്നതിന് വേണ്ടി ആളുകളെ പ്രേരിപ്പിച്ചിരുന്നു. അതായത് നമുക്ക് അങ്ങോട്ടേക്ക് മാർച്ച് ചെയ്യണം. നമുക്ക് അറിയാം, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ഈ ട്രെയിലർ, വലിയ ലോറിക്കകത്ത് ആളുകൾ വടിയുമൊക്കെ ആയിട്ട് നീങ്ങുന്നതിനെ കണ്ടതാണ്. അപ്പൊ അന്ന് തൊട്ട് തന്നെ ഇവർ മാസമായിട്ട് ആളുകളെ കൊണ്ട് ഈ അതിർത്തികളിൽ കുടിയിരുത്തിയിരുന്നു. വലിയ രീതിയിൽ തന്നെ ക്യാമ്പുകൾ തുറന്നിരുന്നു. ആളുകളെ മാസമായിട്ട് പലയിടത്തുനിന്ന് ധനുഷ് പറഞ്ഞതുപോലെ തന്നെ അവർക്ക് മുഴുവൻ ശക്തിയില്ല. ബംഗ്ലാദേശിൽ ഉള്ളിടത്തുനിന്ന് ആൾക്കാരെ, ബംഗ്ലാദേശികളല്ല പ്രത്യേകിച്ച് കാര്യമൊന്നും കൊണ്ടുവന്നിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്യുന്നവരെ ക്യാമ്പുകളിൽ പാർപ്പിക്കുന്നതായിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. ഇതെല്ലാം നടന്നത് യൂനസിന്റെ ആശീർവാദത്തോടുകൂടി. യൂനസ് ആയിരുന്നല്ലോ നേരത്തെ ഇരുന്നത്. അദ്ദേഹത്തിന്റെ ആശീർവാദത്തോടു കൂടിയാണ് ഇന്ത്യയിൽ നിന്ന് ഈ ഓടിച്ചുവിടുന്നവന്മാര്, ഈ വിസയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ അവരെ ഉൾപ്പെടെ അവിടെ കുടിയിരുത്തിയിരുന്നു. അങ്ങനെ അവർ ആ ഒരു ബോർഡറിൽ, അവിടെ ഈ ബോർഡറിലാണ് ISIS ക്യാമ്പ് തുടങ്ങിയത്. ഉൾഫ കണക്കുള്ള സംഘടനകൾക്ക് ഈ പറയുന്ന
ക്യാമ്പുകൾ തുറക്കാൻ കഴിഞ്ഞത്, ജെയ്ഷെ മുഹമ്മദിനെ കണക്കുള്ളവർ അവിടെ ക്യാമ്പ് തുടങ്ങിയത്. ഇവിടെയാണ് സിലിഗുരി പ്രശ്നം വന്നത്. സിലിഗുരിയുടെ അവിടെയും ആ ഒരു ഭാഗം പിടിച്ചെടുക്കുക എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ. ഒപ്പം ബോർഡർ ക്രോസ് ചെയ്യുക, ബംഗാളിന്റെ ബോർഡർ ക്രോസ് ചെയ്യുക. അതിന് ബംഗാളിൽ ഇപ്പോഴുള്ള സ്റ്റേറ്റ് സർക്കാർ ഒരു ഉദാസീനത ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ BSF-ന് അവിടെ ബേലി കെട്ടുന്നതിന് മമത തടസ്സമായി നിന്നു. ഇപ്പൊ സുപ്രീം കോടതി കണ്ടം വഴി ഓടിച്ചു, തടസ്സമായിട്ട് നിന്നിരുന്നു. സ്ഥലം വിട്ടുകൊടുക്കുന്നതിന് സംസ്ഥാന സർക്കാരാണല്ലോ കേന്ദ്രത്തിന് സ്ഥലം വിട്ടുകൊടുക്കേണ്ടത്, ഈ ഓഫീസ് കെട്ടാനും ഇതൊക്കെ പറ്റില്ല. സുപ്രീം കോടതി പറഞ്ഞു ആ വിഷയത്തിൽ നിങ്ങൾ കൈകടത്താൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങൾ തുടങ്ങുന്നു. 2500 കിലോമീറ്റർ ഉണ്ട് ബംഗ്ലാദേശ് നമ്മളുമായിട്ടുള്ള അതിർത്തി. അതൊരു വിഷയമാണ്. രണ്ടാമത്തെ ഒരു പ്രധാന പ്രശ്നം, ഈ പുതിയ ഭരണാധികാരി അദ്ദേഹം സ്ഥാനമേറ്റില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പ്രസ്താവന തന്നെ ഷെയ്ഖ് ഹസീനെ വിട്ട് കിട്ടണം എന്നുള്ളതാണ്. ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഷെയ്ഖ് ഹസീനെ വിട്ട് കിട്ടണം എന്ന് അദ്ദേഹത്തിന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ ബംഗ്ലാദേശിന്റെ ഒരു അഭിമാന പ്രശ്നം കൂടിയാണ് ഷെയ്ഖ് ഹസീന എന്ന് പറയുന്നത്. കാരണം അവരുടെ രാജ്യത്തു നിന്ന് പോയ ഒരാള് കുറ്റവാളി, അപ്പൊ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഒരു വീരപരിവേഷം കിട്ടാൻ വേറെ ഒന്നും തന്നെ വേണ്ടി വരില്ല. ഇവിടെ ഇന്ത്യ മുമ്പ് പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്ത്യ പറഞ്ഞൊരു കാര്യം, ബംഗ്ലാദേശിൽ എന്ന് ജനാധിപത്യം തിരിച്ചു വരുന്നു എന്ന് അവിടുത്തെ ജുഡീഷ്യറി സംവിധാനങ്ങൾ സുതാര്യമാകുന്നു, അതായത് ജുഡീഷ്യൽ സംവിധാനങ്ങൾ പഴയതുപോലെ അവിടെ പ്രവർത്തിക്കുന്നു, ആ സമയത്ത് നിങ്ങൾക്ക് നിയമപരമായി ഇതിനെ ഹാൻഡ് ഓവർ ചെയ്യാൻ, ഇല്ലെങ്കിൽ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു സന്ദേശം കിട്ടിയായിട്ട് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം പറയുന്നുമുണ്ട്. ഇങ്ങനെ ഒരു സന്ദേശം അവിടുന്ന് ഉണ്ട്. സന്ദേശം എന്ന് പറഞ്ഞാൽ ലീഗലി അല്ല, അവിടുന്ന് ഒരു ഒഫീഷ്യലായിട്ടൊരു ആൾ, ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നതിന് നമ്മൾ ഒഫീഷ്യലായിട്ട് തന്നെ ഒരു സന്ദേശമായിട്ട് തന്നെയാണ് എല്ലാ രാജ്യങ്ങളും ഇതിനെ കാണുന്നത്. രാഷ്ട്രീയ പ്രസംഗമല്ല ഞാൻ പറഞ്ഞത്. അതിനുശേഷം അപ്പൊ അങ്ങനെ ഒരു സന്ദേശം കിട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പം ഇന്ത്യ സന്ദേശം കിട്ടിയെന്ന് പറയുമ്പോൾ ഇന്ത്യ ലീഗലി തന്നെ അവിടുത്തെ ജനാധിപത്യ സർക്കാരിനെ അംഗീകരിക്കുന്നുണ്ട്, ജനാധിപത്യ പ്രക്രിയ അംഗീകരിക്കുന്നു എന്ന് കരുതിയിട്ട് ഇന്നിപ്പോൾ അവർ പറഞ്ഞ നാളെ അത് വിട്ടുകൊടുക്കുമെന്നല്ല. അവിടെ ഇപ്പോൾ ഒരു ജനാധിപത്യ സർക്കാർ വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഇന്ത്യ പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയായ ഈ അവാമി ലീഗിനെ നിരോധിച്ചു, അവർ മത്സരിച്ചിട്ടില്ല. 47% പേരെ വോട്ടെടുപ്പ് വന്നിട്ടുള്ളൂ ഇന്ത്യ ന്യായം പറയുന്നുണ്ട്. പക്ഷെ വേറൊരു രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടാറുമില്ല. അപ്പൊ ഇങ്ങനെ ഒന്നുണ്ട്. പക്ഷെ ഇതിനേക്കാൾ വലിയ പ്രശ്നമുണ്ട് അവരെ കുരുക്കിട്ട് നിർത്താനായിട്ട്. അതിനകത്ത് നമ്മളുമായിട്ട് അവർ മുമ്പോട്ട് വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഷെയ്ഖ് ഹസീനയുടെ വിഷയം, രണ്ടത് ഈ ബോർഡറിൽ നമ്മുടെ ഈ BSF ജവാന്മാര് ഈ ബോർഡർ കടക്കുന്നവന്മാരെ കൊള്ളക്കാരുണ്ട്, വലിയ കള്ളന്മാരും ഒക്കെ ഉള്ളതാണ് ബോർഡറിൽ. അവരെ ചിലപ്പോൾ ഫയർ ചെയ്യാറുണ്ട്. BSF പറയുന്നത് ഫയർ ചെയ്തതിൽ ആരും കൊല്ലപ്പെട്ടിട്ടില്ല എന്നാണ്. പക്ഷെ അവർ പറയുന്ന അതിർത്തിയിൽ ഇങ്ങനെ വരുന്നവർ വെടിവെക്കുന്നുണ്ട്, നിങ്ങൾ ഇനി വെടിവെക്കരുത്, അറസ്റ്റ് ചെയ്യണം. മൂന്നാമത്തെ അവര് പിന്നെ ഈ വിസ നിയമങ്ങളുണ്ടല്ലോ, മറ്റേ മെഡിക്കൽ സ്റ്റുഡൻസിനും രോഗികൾക്കും ഒക്കെ നമ്മൾ വലിയ രീതിയിൽ വിസ നൽകിയിരുന്നു മുമ്പ്, അതെല്ലാം നമ്മൾ ക്യാൻസൽ ചെയ്തിരുന്നു. അത് പുനഃസ്ഥാപിക്കണം. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു വലിയ സംഭവമുണ്ട്. കാരണം അവർക്ക് അതിനകത്തൊരു വലിയ ഭയമുണ്ട്. ഗംഗാ നദീജല കരാറ് ഈ മാർച്ച് മാസം തീരുകയാണ്, അതിന്റെ കാലാവധി. അത് പുതുക്കേണ്ട സമയമായെന്ന് മാത്രമല്ല, ഇവിടെ എനിക്ക് ഈ സിന്ധു നദീജല കരാറുമായിട്ട് ഇതിന് ഒരുപാട് സാമ്യമുണ്ട്. കാരണം ഈ സിന്ധു ജല കരാർ അവസാനിക്കുന്നതിന് മുമ്പ് പാകിസ്ഥാൻ ഇന്ത്യ 3 തവണ കത്തെഴുതിയിരുന്നു, വരൂ നമുക്ക് ഒന്നിച്ചിരിക്കാം, ഡിസ്കസ് ചെയ്തിട്ട് ബാക്കി. കാരണം ഈ കരാർ ഒപ്പിടുന്ന സമയത്ത് ഉള്ള ജലത്തിന്റെ ലഭ്യത ആയിരിക്കില്ല ഇപ്പോഴുള്ളത്, അന്നേരമുള്ള ആവശ്യകത ആയിരിക്കില്ല ഇപ്പോഴുള്ളത്. കാരണം ഈ കരാർ ഒപ്പിടുന്ന സമയത്ത് ഇന്ത്യയിൽ ഇത്ര അണക്കെട്ടുകൾ ഉണ്ടാകില്ല, വൈദ്യുതിയുടെ ഇത്ര ആവശ്യം ഉണ്ടാകില്ല, പാകിസ്ഥാനിൽ ഇത്രയും വെള്ളത്തിന്റെ ആവശ്യം, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇത് തന്നെയാണ് ബംഗ്ലാദേശിലും. അവിടെ ഇത് ഒപ്പിടുന്ന സമയത്തുള്ള ഒരു സ്ട്രക്ചർ അല്ലല്ലോ ഇപ്പൊ, ഒരുപാട് മാറി, വൈദ്യുതിയുടെ ഉപയോഗം കൂടുന്നുണ്ട്, അവിടുത്തെ ഭൂപ്രകൃതി മാറിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിനുവേണ്ടി ഡിസ്കഷൻ ഇരിക്കാമെന്ന് 2 വർഷം മുമ്പേ തന്നെ ബംഗ്ലാദേശിന് ആവശ്യപ്പെട്ടു. പക്ഷെ അപ്പോഴേക്കും ബംഗ്ലാദേശിൽ യൂണിവേഴ്സിറ്റി സർക്കാർ വന്നു, ഈ ഭരണകൂടം വന്നു, ഡിസ്കഷൻ ഒന്നും നടന്നില്ല. അപ്പൊ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ ഗംഗാ നദീജലം പങ്കിടുന്നതാ. ഗംഗാ നദീജലത്തിന് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ കഴിയില്ല. കാരണം ഈ കരാർ ഇന്ത്യയുടെ കയ്യിലിരിക്കുന്ന വലിയൊരു തുറുപ്പ് ചീട്ടാണ് ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഈ കരാറ് ഇത് പിന്നെ പാകിസ്ഥാനെ പോലെയല്ല, സിന്ധു നദീജല കരാർ പോലെ അല്ല ഇത്. ഇവിടെ കരാർ റദ്ദാക്കപ്പെടുകയാണെങ്കിൽ ഈ കരാറിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യ നൽകുന്ന വൈദ്യുതിയുണ്ട്, അതായത് ത്രിപുര സർക്കാർ വൈദ്യുതി ബോർഡ് നൽകുന്ന വൈദ്യുതിയുണ്ട്, അദാനിയുടെ പ്രൈവറ്റ് സെക്ടറിലാണ്, അത് ഒഡീഷയിൽ നിന്നും മറ്റുമൊക്കെയാണ് അതിന്റെ അദാനി പവർ ഗ്രിഡിൽ നിന്ന് പോകുന്നത്. അതല്ലാതെ ത്രിപുര സർക്കാർ കൊടുക്കുന്നുണ്ട് വൈദ്യുതി ഈ ബംഗ്ലാദേശിലേക്ക്. അപ്പൊ ഇതെല്ലാം നിന്നു പോകും. രണ്ടാമത്തെ ജലസേചന ആവശ്യങ്ങൾ, കുടിവെള്ള ആവശ്യങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് നിന്നു പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ രൂക്ഷമായ പ്രതിസന്ധി. പിന്നെ അവരെ അലട്ടുന്നൊരു വലിയ വിഷയമുണ്ട്. അവർ കൂടുതലും ഈ ബംഗാളിന്റെ പോർട്ടാണ് കൂടുതലും അവരുടെ കച്ചവടത്തിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്നത്, അവരുടെ ചരക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ട്. അപ്പൊ അത് ഓപ്പൺ ചെയ്ത് കിട്ടണം. കാരണം ഇന്ത്യയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന പുതിയ ഭരണകൂടത്തിന് ബംഗ്ലാദേശികൾക്ക് നേടിയെടുക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ ഈ ഹസീനയുടെ ഒരു വിഷയം മാത്രം ഉയർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ അവർക്ക് കഴിയില്ല. ഇന്ത്യയെ സംബന്ധിച്ച് ബംഗ്ലാദേശിനെ വെറുപ്പിക്കാനും പറ്റില്ല. കാരണം ഇവിടുത്തെ നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാനും ചൈനയും അടക്കം, അമേരിക്കയും അടക്കം അവിടെ പിടിമുറുക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ചൈനയെ അടക്കം പിടിമുറുക്കുന്നുണ്ട്. അത് ഇന്ത്യക്ക് അത്ര താല്പര്യമുള്ള കേസല്ല, നമ്മുടെ അതിർത്തിയിൽ മറ്റൊരു ശത്രുവിന് കയറി കളം ഒരുക്കുക എന്നുള്ളത്.
ഇവിടെയാണ് ഇദ്ദേഹം. പിന്നെ ഇദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ആകെ ഒരു ആശ്വാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹം ഈ ഭരണപരിചയമുള്ള, ജനാധിപത്യ പ്രക്രിയയിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം അത്യാവശ്യം വിവരമുള്ള ഒരു വ്യക്തിയാണ്. അന്നേരത്ത് യൂനസും വിവരമില്ലാത്തതൊന്നല്ല, വിദ്യാഭ്യാസം ഉണ്ടായിട്ടും വിവരം വരുന്നില്ല വ്യക്തിയാണ്. അപ്പോൾ ഒരു ജനാധിപത്യ പ്രക്രിയ പോകുമെന്ന് കരുതുന്നു. പക്ഷെ ഇവിടെ വളരെ സന്തോഷകരമായ ഒരു വാർത്ത കൂടെ പറയാനുണ്ട്. നമ്മൾ ഇന്നലെയൊക്കെ അത് ഒരുപാട് നോക്കിയിരുന്നു. ഇപ്പോഴതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ബംഗ്ലാദേശിൽ BJPക്ക് ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. ന്യൂസ് ഇന്ത്യ മലയാളം ആ പാർട്ടി രൂപീകരിച്ചത് മുതൽ ഇടയ്ക്കിടയ്ക്ക് വാർത്ത ചെയ്യുമായിരുന്നു. ബംഗ്ലാദേശ് മൈനോറിറ്റി ജനതാ പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി, അതിനൊരു സീറ്റ് ലഭിച്ചിട്ടുണ്ട്. അത് ഒരു സീറ്റ് എന്ന് വെച്ചാൽ വലിയ കാര്യം തന്നെയാണ്. കാരണം ആകെ 1.5 കോടി വോട്ടർമാരാണ് മുഴുവനായിട്ടുള്ളത്, ആ ഒരു ബംഗ്ലാദേശിൽ മുഴുവനായിട്ടുള്ളത്. അപ്പൊ അതൊരു വലിയ അത് ഈ കഴിഞ്ഞ ഏപ്രിലായിരുന്നു ആ പാർട്ടി രജിസ്റ്റർ ചെയ്തത്. അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് പക്ഷെ വേറെ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഏതാണ്ട് 40-42 മണ്ഡലങ്ങളിൽ നിർണായക ശക്തിയുണ്ട് ഹിന്ദുക്കൾക്ക്. അതുകൊണ്ട് തന്നെ ജമാഅത്ത് ഇസ്ലാമി ഇവരുമായിട്ട് ടൈപ്പിന് ശ്രമിച്ചു. ജമാഅത്ത് ഇസ്ലാമി ഹിന്ദു സ്ഥാനാർത്ഥിയൊക്കെ മത്സരിപ്പിച്ചിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. അതുപോലെ തന്നെ ഇവരുടെ ഇടയിലും ഹിന്ദു സ്ഥാനാർത്ഥി ജയിച്ചു വന്നിട്ടുണ്ട്, അവരുടെ ഈ BNPയുടെ ഇടയിലുമൊക്കെ. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ച് നല്ല കാര്യങ്ങൾ ഇതിൽ കാണുന്നുണ്ട്. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നത് ഇയാൾക്കൊരു തലവേദന സൃഷ്ടിച്ചുകൊണ്ട് അതിർത്തിയിൽ ജയിച്ചു കയറിയ ബംഗ്ലാദേശ് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ അവരുടെ ശക്തി തെളിയിക്കും. അവർ ഇടയ്ക്കിടയ്ക്ക് അതിർത്തി പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഇപ്പോഴത്തെ ഭരണകൂടവും ഇന്ത്യയായിട്ട് എങ്ങനെ പോകുമെന്നറിയില്ല. കാരണം ഇതൊരു ടൂളായിട്ട് പാകിസ്ഥാൻ, ചൈന, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ യൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ബംഗാൾ അടക്കമുള്ള നമ്മുടെ അതിർത്തികളിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ശക്തി ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നു. അവരവിടെ ജയിച്ചിരിക്കുന്നു. അവരെങ്ങനെ കള്ളവോട്ട് ചെയ്തെങ്കിൽ പോലും അവർക്ക് ശക്തി ഉണ്ടായിട്ടായിരിക്കുമല്ലോ അവർ ഈ ബാലറ്റ് പേപ്പർ ബലമായി പിടിച്ച് വോട്ട് ചെയ്യിക്കാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെയുള്ളിടത്ത് അവിടെ ക്യാമ്പുകളടക്കം വരുന്നത് ഇവര് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോ ഈ പുതിയതായിട്ട് ജയിച്ച ഈ പുതിയ ഭരണകൂടം ഇന്ത്യയുമായിട്ടൊരു രമ്യത പോകാൻ ആഗ്രഹിച്ചാലും ഇവർ ഈ വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പാകിസ്ഥാൻ ചെയ്ത അതേ തന്ത്രം. പാകിസ്ഥാനിലെ ഭരണാധികാരികൾ എല്ലാം ഇന്ത്യക്കെതിരല്ലായിരുന്നു. ഇന്ത്യയുമായി ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നവർ, ഇന്ത്യയുമായി സ്നേഹത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് പ്രധാനമന്ത്രിമാർ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി എവിടെങ്കിലും ഇരുന്നൊരു പ്രസ്താവന നടത്തിയ പിറ്റേ ദിവസം അവിടുത്തെ സൈന്യം ഈ ഭീകരന്മാരെ ഇളക്കി വിട്ട് നമ്മുടെ കാശ്മീരി പ്രശ്നം ഉണ്ടാക്കും, ഇല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ എവിടെയെങ്കിലും സ്ഫോടനം ഉണ്ടാക്കുന്നതായിരുന്നു അവിടുത്തെ രീതി. അതിന് സമാനമായിട്ടൊരു സാധ്യത ബംഗ്ലാദേശിൽ വരാനുള്ളത് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ ഇന്ത്യക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്ത്യ ഇപ്പോൾ പലയിടത്തും എടുത്തിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളത് പറയുകയുണ്ടായി. മ്യാൻമാറിൽ ഭരണകൂടത്തോടൊപ്പം നിൽക്കും, അരക്കൻ ആർമിയുടെ ഒപ്പം നിൽക്കും. അങ്ങനെയല്ല, ബലൂചിസ്ഥാനിൽ നമ്മൾ പ്രത്യക്ഷത്തിൽ ഒന്നും നിഷ്പക്ഷമായിട്ട് നിൽക്കും, എന്നാൽ നമ്മൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്യും. അങ്ങനെ ചെയ്ത് ഇപ്പൊ എല്ലാ രാജ്യത്തും നമ്മൾ ഇതിനൊക്കെയുള്ള ഗ്രൂപ്പുകളെ സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്. അത് നമ്മൾ ഈവൻ തുർക്കി പോലും അത്തരത്തിലുള്ള ഗ്രൂപ്പുകൾക്ക് നമ്മൾ സഹായം ചെയ്യുന്നുണ്ട് എന്നാണ് ചില മാധ്യമങ്ങൾ പറയുന്നത്. നമുക്കറിയില്ല അതിനെക്കുറിച്ച്. അപ്പം ഒരുപക്ഷെ ജമാഅത്ത് ഇസ്ലാമി ഈ അവസാന നിമിഷം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പൊക്കെ ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞു ഇന്ത്യ ഞങ്ങളുടെ ഏറ്റവും അടുത്ത രാജ്യമാണ്, ഞങ്ങൾക്ക് ഭയങ്കര ബഹുമാനമാണ്, അവരോട് സ്നേഹമാണ്, അവരോട് ഞങ്ങൾ പഴയ ലെവലൊന്നും അല്ല എന്നൊക്കെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞത് ഇന്ത്യയുമായിട്ട് ഇല്ലെങ്കിൽ ഇന്ത്യയിലെ ചില നീക്കങ്ങളാണ് ജമാഅത്ത് ഇസ്ലാമി മാറി ചിന്തിപ്പിക്കുന്നത്. കാരണം ഈ ശത്രുവിനെ മാത്രമല്ലല്ലോ, ഇതിന്റെ കൂടെ നിൽക്കുന്നവരെ കൂടെ നമ്മൾ കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നയതന്ത്രം വിജയിക്കത്തുള്ളൂ. കാരണം അല്ലാതെ നമുക്ക് ഈ എന്നും യുദ്ധവുമായിട്ടും അടിയുമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല. കാരണം നമ്മുടെ അപ്പുറം ഇപ്പുറം എപ്പോഴും എല്ലാം 3 വഴിക്ക് നമുക്ക് ശത്രുക്കളാണ്. അപ്പം പിന്നെ 3 വഴിക്കെന്ന് വെച്ചാൽ ബംഗ്ലാദേശ് ഇപ്പം നിലവിൽ ശത്രുത അല്ല, യൂനസ് ഒന്ന് ആയതാണ്. ഇനി അത് ഒരു രമ്യതയിൽ പോകുക എന്നുള്ളതാണ്. അത് ഷെയ്ഖ് ഹസീനയിൽ തട്ടി അത് തകരുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഷെയ്ഖ് ഹസീന ഒരു വലിയ വിഷയം തന്നെയാണ്. ഗംഗാജലത്തെക്കാളും വലിയ വിഷയം അവർക്ക് ഷെയ്ഖ് ഹസീന തന്നെയായിരിക്കും. പക്ഷെ ഇന്ത്യയുടെ കയ്യിൽ ഇരിക്കുന്ന ഗംഗാജലമാണ്. നാളെ അത് സ്റ്റോപ്പ് ചെയ്യില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇതിനേക്കാൾ വലിയ രാജ്യമായ പാകിസ്ഥാനെതിരെ ഒറ്റ ദിവസം കൊണ്ട് നമ്മളെ കരാറെടുത്ത് അട്ടത്ത് വെച്ചതാണ്. ഇനി വെള്ളവും ഇല്ലെന്ന് പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ വരും. പക്ഷെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ചൈനയും പാകിസ്ഥാനും ഒക്കെ അമേരിക്കയും അടക്കം അവിടെ പിടിമുറുക്കാൻ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കത് അങ്ങനെ അർത്ഥമുറിച്ച് പറയാനും പറ്റില്ല. പിന്നെ ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിൽ ഉടനെ നടപടി ഉണ്ടായില്ലെങ്കിലും അത് ഇന്ത്യ അത് ഒഫീഷ്യലായിട്ട് അവരുടെ പരിഗണിക്കും. അതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പൊ അവർ പറയുന്നത് ഷെയ്ഖ് ഹസീനെ വിട്ടുകിട്ടണമെന്ന് പറയുമ്പോൾ പരിഗണിക്കുക എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുക എന്നുള്ളതല്ലല്ലോ. പരിഗണിച്ചതിന് ശേഷം നമ്മളത് പരിശോധിക്കും. അവിടെ ജനാധിപത്യ പ്രക്രിയ എല്ലാം പുനഃസ്ഥാപിച്ചോ, അതൊക്കെ കാലങ്ങൾ കുറച്ച് എടുക്കുന്നതാണ്. അതുവരെയൊക്കെ ഷെയ്ഖ് ഹസീനയൊക്കെ ഉണ്ടെങ്കിൽ വിട്ടുകൊടുക്കുമായിരിക്കും.